യൂറോപ്പ് ഉയർത്തിപ്പിടിക്കുന്ന സഹിഷ്ണുതയും വ്യക്തിസ്വാതന്ത്ര്യത്തെയും വീണ്ടും ചോരയിൽ മുക്കിക്കൊള്ളാൻ ഭീകരവാദത്തിന്റെ കരങ്ങൾ ജർമ്മൻ തലസ്ഥാനമായ ബെർലിനിലേക്ക് എത്തിയിരിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള സ്വതന്ത്ര ചിന്താഗതിക്കാരുടെയും മനുഷ്യാവകാശ പ്രവർത്തകരുടെയും ആഘോഷവേദിയായ ക്രിസ്റ്റഫർ സ്ട്രീറ്റ് ഡേ എന്ന ബെർലിൻ പ്രൈഡ് പരേഡിലേക്ക് ഒരു വാൻ ബോധപൂർവം ഇടിച്ചുകയറ്റി നടത്തിയ മാരക ആക്രമണം വെറുമൊരു വാഹനാപകടമായിരുന്നില്ല, മറിച്ച് സ്വതന്ത്ര ജനാധിപത്യ സമൂഹത്തിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും നേരെ തീവ്രവാദി സംഘങ്ങൾ നടത്തിയ അങ്ങേയറ്റം ക്രൂരവും ആസൂത്രിതവുമായ കടന്നാക്രമണമാണ്. ശനിയാഴ്ച രാത്രി പ്രാദേശിക സമയം 10 മണിയോടെ ബെർലിനിലെ പ്രശസ്തമായ ബ്രാൻഡൻബർഗ് ഗേറ്റിന് സമീപമുള്ള ടിയർഗാർട്ടൻ പാർക്കിൽ ദശലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്ത LGBTQ ആഘോഷങ്ങൾ അന്ത്യഘട്ടത്തിലേക്ക് കടക്കുമ്പോഴായിരുന്നു നാടിനെ നടുക്കിയ ദാരുണ സംഭവം അരങ്ങേറിയത്. ആഘോഷത്തിൽ മുഴുകിയിരുന്ന നിരപരാധികളായ മനുഷ്യരിലേക്ക് വെള്ള നിറത്തിലുള്ള സിട്രോൺ സ്പേസ് ടൂറർ വാൻ പാഞ്ഞു കയറുകയായിരുന്നു. ആളുകൾ ഇടിച്ചു തെറിപ്പിച്ചതിന് പുറമെ വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങി ആക്രമിയും കൂട്ടാളികളും അവിടെ ഉണ്ടായിരുന്നവരെ കത്തി ഉപയോഗിച്ച് ക്രൂരമായി കുത്തുകയും ചെയ്തതായി റിപ്പോർട്ടുകൾ വരുന്നു. സമീപത്തെ മരത്തിലിടിച്ച് വാഹനം നിന്നോടെ പരേഡ് ഉടനടി നിർത്തിവെച്ചു. സംഭവത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും 16ലധികം പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. അന്താരാഷ്ട്ര തലത്തിൽ വലിയ സുരക്ഷാ ആശങ്കകളാണ് ഉയർന്നു വന്നിരിക്കുന്നത്. വടക്കൻ യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ പ്രൈഡ് പരേഡുകളിൽ ഒന്നാണ് ബെർലിനിൽ വർഷം തോറും നടക്കുന്ന ക്രിസ്റ്റഫർ സ്ട്രീറ്റ് ഡേ. ലൈംഗിക ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ജനാധിപത്യപരമായ ബഹുസ്വരത ആഘോഷിക്കുന്നതിനുമായി ദശലക്ഷക്കണക്കിന് ആളുകളാണ് ഇവിടെ ഒത്തുചേരാറുള്ളത്. സ്വതന്ത്ര ചിന്തയുടെയും ജർമ്മനിയുടെ ഉദാരവൽക്കരണ രാഷ്ട്രീയത്തിന്റെയും പ്രതീകമായ ഈ പരേഡിന് നേരെ നടന്ന ആക്രമണം കേവലം ആൾക്കൂട്ടാക്രമമല്ല, മറിച്ച് പാശ്ചാത്യ ജനാധിപത്യ മൂല്യങ്ങൾക്ക് നേരെ നടത്തുന്ന തീവ്രവാദികൾ നടത്തുന്ന തുറന്ന പോരാട്ടത്തിന്റെ തെളിവാണ്. ഈ ക്രൂരകൃത്യത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകര സംഘടനയുടെ ആശയങ്ങളിൽ ആകൃഷ്ടനായ അബ്ദുൾ ബി എന്ന 21കാരനാണെന്ന് ജർമ്മൻ പോലീസും സുരക്ഷാ ഏജൻസികളും സ്ഥിരീകരിച്ചു കഴിഞ്ഞു. വടക്കൻ യൂറോപ്പിലെ ജനാധിപത്യ അന്തരീക്ഷത്തെ പിടിച്ചുകുലുക്കി ഇയാൾക്കായി നഗരത്തിലുടനീളം വ്യാപക തെരച്ചിലാണ് നടക്കുന്നത്. 6 അടി 2 ഇഞ്ച് ഉയരമുള്ള കറുത്ത ഹുഡിയും വെള്ള ട്രൗസറും ധരിച്ച ആയുധധാരിയായ ഇയാളെക്കുറിച്ച് പോലീസ് ചിത്രങ്ങൾ സഹിതം സുരക്ഷാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ജർമ്മൻ സുരക്ഷാ സംവിധാനങ്ങളുടെ ഗുരുതരമായ പരാജയത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് പ്രതിയായ അബ്ദുൾ ബി എന്ന യുവാവിന്റെ മുൻകാല ചരിത്രം. മുൻപും കടുത്ത ഭീകരവാദ കേസുകളിൽ പങ്കാളിയായിട്ടുള്ള വ്യക്തിയാണ് ഇയാൾ. വിലക്കപ്പെട്ട ഭീകര സംഘടനയായ ഐസിസിൽ ചേരുന്നതിനായി മധ്യപൂർവേഷ്യയിലേക്ക് യാത്ര തിരിക്കുകയും തുടർന്ന് ലെബനനിൽ നിന്നും മടങ്ങിയെത്തിയതിനെ തുടർന്ന് ജർമ്മനിയിൽ വെച്ച് ബെർലിൻ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്ത വ്യക്തിയാണ് ഇയാൾ. രാജ്യത്തിനെതിരെ ഗുരുതര ആക്രമണത്തിന് പദ്ധതിയിട്ടു എന്ന കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട് മാസങ്ങൾക്ക് മുൻപ് മാത്രം ജയിൽ മോചിതനായ ഇയാളെ കൃത്യമായ നിരീക്ഷണത്തിലാക്കാനും കോടതി നിർദ്ദേശിച്ച ഡീറാഡിക്കലൈസേഷൻ പ്രോഗ്രാമുകൾ വഴി സന്മാർഗത്തിലേക്ക് കൊണ്ടുവരാനും ജർമ്മൻ ആഭ്യന്തര സുരക്ഷാ ഏജൻസികൾക്ക് സാധിച്ചില്ല. ആ നിരീക്ഷണ സംവിധാനങ്ങളുടെ എല്ലാം വിടവുകൾ മുതലെടുത്താണ് ഇയാൾ വീണ്ടും ഭീകരാക്രമണത്തിലേക്ക് തിരിഞ്ഞത് എന്നതാണ് ഞെട്ടിക്കുന്ന വസ്തുത. ഈ ജർമ്മനിയുടെ ആഭ്യന്തര സുരക്ഷാ നയങ്ങൾ എത്രത്തോളം ദുർബലമാണെന്ന് വ്യക്തമാക്കുന്നു. സമീപകാലത്തായി ജർമ്മനിയെ വിറപ്പിച്ച നിരവധി ആക്രമണങ്ങളുടെ തുടർച്ചയായാണ് ബെർലിനിലെ സംഭവം വിലയിരുത്തപ്പെടുന്നത്. മുൻപ് ബെർലിൻ ക്രിസ്മസ് മാർക്കറ്റിലേക്ക് ട്യൂണീഷ്യൻ സ്വദേശിയായ ജിഹാദി ട്രക്കിടിച്ചു കയറ്റി 13 പേരെ കൊലപ്പെടുത്തിയത് ജർമ്മനി മറന്നിട്ടില്ല. അതിനുശേഷം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്ലാമിസ്റ്റ് ഭീകരാശയങ്ങൾ മുൻനിർത്തി ആക്രമണങ്ങൾ നടന്നിരുന്നു. 2024 കിഴക്കൻ നഗരമായ മാഗ്ഡെബർഗിലെ ക്രിസ്മസ് മാർക്കറ്റിൽ സൗദി അറേബ്യൻ പൗരൻ കാറിടിച്ചു കയറ്റി 6 പേരെ കൊലപ്പെടുത്തുകയും 300ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവം ജർമ്മൻ രാഷ്ട്രീയത്തെ ആകെ പിടിച്ചുകുലുക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് തലസ്ഥാന നഗരെ വീണ്ടും ഭീതിയിലാഴ്ത്തിക്കൊണ്ട് പ്രൈഡ് പരേഡിലേക്ക് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. സംഭവത്തിന് പിന്നാലെ അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രതിഷേധവും ജർമ്മൻ രാഷ്ട്രീയത്തിൽ കടുത്ത വാക്പോരും ഒക്കെ രൂപപ്പെട്ടിട്ടുണ്ട്. ബെർലിൻ മേയർ കായ് വെഗ്നർ, ജർമ്മൻ ചാൻസലർ ഫ്രീഡറിക് മെഴ്സ്, പ്രസിഡന്റ് ഫ്രാങ്ക് വാൾട്ടർ സ്റ്റീമിയർ എന്നിവർ സംഭവത്തെ അതിശക്തമായി അപലപിക്കുകയും കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്യുന്നുണ്ട്. യൂറോപ്യൻ യൂണിയൻ മേധാവി ഉർസുല വോൺ ഡെർ ലെയ്ൻ അടക്കം ഫ്രാൻസ്, ഇറ്റലി, ബ്രിട്ടൻ, നെതർലൻഡ്സ് തുടങ്ങിയ പ്രമുഖ രാജ്യങ്ങൾ ജർമ്മനിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ സർക്കാരിന്റെ മൃദു സമീപനങ്ങളും ദുർബലമായ കുടിയേറ്റ സുരക്ഷാ നയങ്ങളുമാണ് ഇത്തരം ഇസ്ലാമിസ്റ്റ് ഭീകരർക്ക് വളക്കൂറുള്ള മണ്ണൊരുക്കുന്നതെന്ന് തീവ്ര വലതുപക്ഷ പാർട്ടിയായ ആൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി രൂക്ഷമായി വിമർശിക്കുന്നുണ്ട്. ബഹുസ്വരതയെയും മനുഷ്യാവകാശങ്ങളെയും സംരക്ഷിക്കുന്നതിനൊപ്പം തന്നെ രാജ്യത്തിനുള്ളിൽ വളർന്നുവരുന്ന ഇസ്ലാമിസ്റ്റ് ഭീകരവാദത്തിനെതിരെ ജർമ്മനി കൂടുതൽ കർശനമായ നിലപാടുകൾ സ്വീകരിച്ചില്ലെങ്കിൽ യൂറോപ്പിന്റെ ആകെ സുരക്ഷ കൂടുതൽ അപകടത്തിലാകുമെന്ന ശക്തമായ രാഷ്ട്രീയ മുന്നറിയിപ്പാണ് ബെർലിനിൽ ഉണ്ടാവുന്നത്.
ഒരു രാജ്യം അത് സ്വതന്ത്ര ചിന്തയുടെയും പുരോഗമനത്തിൻ്റെയും ആധുനികതയുടെയും ഒക്കെ പേരിൽ എല്ലാ തരത്തിലുള്ള ലൈംഗിക ന്യൂനപക്ഷങ്ങളെ ഭൂരിപക്ഷങ്ങളെ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള ആളുകൾ ഇരച്ചു കയറി വരുന്നത്. 6-ാം നൂറ്റാണ്ടിൻ്റെ മാനസികാവസ്ഥയിൽ ജീവിക്കുന്ന ഇത്തരത്തിലുള്ള ആളുകൾ എങ്ങനെയാണ് ആധുനിക സമൂഹത്തിന് വലിയ കെടുതിയായി ഭവിക്കുന്നത് എന്നാണ് ജർമ്മനിയിൽ നിന്നുള്ള ഉദാഹരണത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്.